യാതൊരു ദൈവമല്ല, ലാ ഇലാഹ ലാ ഇലാഹ ലാ ഇലാഹ. അപ്പൊ ആരോ വിളിച്ചു പറഞ്ഞു എന്നാ, അതിന്റെ അപ്പുറത്ത് ഇല്ലല്ലാന്ന് കൂടി ഉണ്ട്. അപ്പൊ അതേപോലെ വലാ തഖുല്ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ, ഓരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ പാടില്ല, ഓരോട് കയർത്ത് സംസാരിക്കാൻ പാടില്ല. ആയിക്കോട്ടെ, ഞാൻ ദേഷ്യപ്പെടുന്നില്ല, ഞാൻ കയർക്കണില്ല, സംസാരിക്കണേ ഇല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അത് പറ്റൂല. വഖുല്ലഹുമാ, നീ അവരോട് രണ്ടാളോടും സംസാരിച്ചു കൊണ്ടേയിരിക്കണം, ഓരോട് സംസാരിക്കണം. എങ്ങനെ സംസാരിക്കണം? ഖൗലൻ കരീമ, അല്ലേ? നല്ല സംസാരം. ഒരു ദേഷ്യം പിടിക്കും. ഇതിങ്ങനെ പ്രത്യേകിച്ച് പറയാൻ കാരണം എന്താ പറയുക, ഒരു പ്രായം ചെന്നാലേ, ഒരു ഇത്തിരി പ്രായം കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ അവസ്ഥ മാറും. മറ്റുള്ളവരെ ദേഷ്യം പിടിപ്പിക്കുന്ന വർത്തമാനം തന്നെ പറയുള്ളൂ, ഓരോ ദേഷ്യം പിടിപ്പിക്കുന്ന പെരുമാറ്റം ഉണ്ടാവുള്ളൂ. അത് കൽപ്പിച്ചൂട്ടിയല്ല. എന്താപ്പോ മൂത്രമൊഴിച്ചു, ബെഡ്ഷീറ്റ് മാറ്റി, ആ ബെഡ്ഷീറ്റ് മാറ്റി ഇങ്ങോട്ട് വന്നപ്പോണ്ട് രണ്ടാമത്തെ ബെഡ്ഷീറ്റിൽ മൂത്രമൊഴിച്ചത്. ഇപ്പം ഇന്നലെ ഞാനൊരു ഒരു ഡോക്ടറുടെ ക്ലാസ് കേട്ടെ. ഒരു സ്ത്രീ ബെഡഡായ കിടപ്പിലായ സ്ത്രീയാണ്. അവര് ഭക്ഷണം കഴിക്കണില്ല. അപ്പൊ ഈ ഭക്ഷണം കഴിക്കാതിരിക്കാനുള്ള കാരണം എന്ത് കൊടുത്താലും കഴിക്കൂല. കഞ്ഞി കഴിക്കുന്നു, അതിന്റെ തളർച്ച തളർന്ന് ഗ്ലൂക്കോസ് മേലെ ഇങ്ങനെ ജീവിച്ചു പോവുക, ഭക്ഷണം കഴിക്കില്ല. അപ്പൊ എന്താ ഭക്ഷണം കഴിക്കാത്തതിന്റെ കാരണം? ഭക്ഷണം കഴിക്കില്ല, വീട്ടുകാർ ചീത്തറയാണ്, ചീത്തയോട് ചീത്ത. അവസാനം ഡോക്ടർ ചോദിച്ചത്രേ, എന്തോമ്മ കല്യാണം നമ്മള് ഭക്ഷണം കഴിക്കാത്തത്? അപ്പൊ ആ ഉമ്മ വീണിട്ടേ ഈ തൊടന്റെ എല്ല് പൊട്ടിയാണ്. അപ്പൊ ഈ തൊട എല്ല് പൊട്ടിയപ്പോ ഡോക്ടർ പറഞ്ഞിട്ട് സർജറി വേണം. അപ്പൊ ആരൊക്കെയോ പറഞ്ഞോളൂ, ഈ വയസ്സുകാലത്ത് സർജറി വെറുതെയാണ്, പൈസ ചെലവാകും, അതൊട്ട് കൂടൂല, അവ സർജറി ഒന്നും വേണ്ട, അതാണ് അങ്ങനെ പൊയ്ക്കോളുന്നാരോ പറഞ്ഞാണ്. അപ്പൊ ഈ പൊട്ടിയ എല്ലുണ്ടല്ലോ, ഇത് ഈ കാല് അനങ്ങണീനൊക്കെ വരുത്താവുകയെ, രണ്ട് ഭാഗത്തേക്ക് നിൽക്കല്ലേ. ഇത് അനങ്ങണീന് ഇമ്മാക്കാണ് ഈ സംസാരിക്കാൻ കഴിയില്ല, ഇത് അനങ്ങണീനൊക്കെ വരുത്താവും. അപ്പൊ അതിങ്ങനെ വരുത്താവുമ്പോൾ എന്താണ്, ഈ വയറ്റിന്ന് പോയാല് അത് കഴുകി വൃത്തിയാക്കണമെങ്കിൽ ഈ കാലിങ്ങോട്ട് അകറ്റി വെക്കണം. അപ്പൊ ഈ കാലിന് അകറ്റി വെക്കും, ഈ കാലുമ തൊട്ട വേദനയാണ്. കാലിങ്ങോട്ട് അകറ്റി വെക്കുമ്പോൾ അതിന് ഇമ്മ വേദനന്റെ കൊടുമുടിയിലെത്തുക. അപ്പൊ അമ്മ തീരുമാനിച്ച ഭക്ഷണം കഴിക്കണ്ട, എന്താണ് സംഗതി പോവില്ലല്ലോ. അതുകൊണ്ട് പിന്നെ അതിനും വേണ്ടി ആരും പാത്രം വെള്ളമായിട്ട് വന്ന് അതിന്റെ വേദന സഹിക്കൂലല്ലോ. അതുകൊണ്ട് അപ്പോൾ ഓപ്പറേഷൻ വേണ്ടെന്ന് മക്കൾക്ക് എളുപ്പമായി. കാരണം പൈസ ചെലവാക്കണ്ട, ആശുപത്രി അഡ്മിറ്റ് ആവേണ്ട, ഈ വയസ്സുകാലത്ത് ഓപ്പറേഷൻ നടത്തിയാൽ വിജയിക്കൂല എന്നൊക്കെ ആരൊക്കെയോ പറഞ്ഞു പോലും വേണ്ട വെച്ചതാ. പക്ഷേ അതിൻ്റെ വേദന അനുഭവിക്കുന്ന ഉമ്മാന്റെ തീരുമാനം എങ്ങനെ? ഭക്ഷണം തന്നെ കഴിക്കണ്ട. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത്, ഈ പ്രയോഗം നമ്മൾ പ്രത്യേകിച്ച് കാണണം. അള്ളാഹുവിൽ ശിർക്ക് ചെയ്യൽ പാപമാണ്, അത് അല്ലാഹ് വിരോധിച്ചു എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത് പറഞ്ഞത് മാതാപിതാക്കളെ ദ്രോഹിക്കലും എന്നല്ല കേട്ടോ പറഞ്ഞ്, വബിൽ വാലിദൈനി ഇഹ്സാനൻ. ആ ശൈലിന്റെ വ്യത്യാസം മനസ്സിലായല്ലോ. വബിൽ വാലിദൈനി ഇഹ്സാനൻ, മാതാപിതാക്കളോട് ഇഹ്സാനോട് കൂടി വർത്തിക്കണം, വളരെ പ്രധാനമാണ്.